സമ്പാദിച്ച സമ്പത്തിൽ നിന്ന് ഒരു നല്ല സദക്ക നിനക്ക് കൊടുത്താ അള്ള തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. വെറുതെ കൊടുക്കണ്ട, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് വെറുതെ ഓസിന് കൊടുക്കണ്ട. അള്ള നിനക്ക് തരുന്ന പ്രതിഫലം ഇന്ന് വയത് കഴിഞ്ഞ് ഇവിടെന്ന് പിരിഞ്ഞു പോയി വീട്ടിൽ കിടന്നുറങ്ങുമ്പോ അതാ വരുന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. റൂഹ് പിടിക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കോഴി അറുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഉളുഹിയ അറുത്തവരാണ്. മനുഷ്യനല്ലാതെ എല്ലാ ജീവജാലങ്ങളും മരിക്കുന്ന സമയത്ത് കയ്യും കാലും ഇട്ടടിച്ചിട്ടല്ലേ മരിക്കുന്നത്. കോഴി അറുക്കുമ്പോ കോഴി തലയും കയ്യും കാലും ചിറകെല്ലാം ഇട്ടടിച്ചിട്ടാ മരിക്കുന്നത്. കാളയറുത്താലും പോത്തിനെ അറുത്താലും ആടിനെ അറുത്താലും എല്ലാം കൈകാലുകൾ ഇട്ടടിച്ചിട്ടാ മരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ മാത്രം കൈകാലിട്ടടിക്കാറില്ല. എന്തുകൊണ്ടെന്നറിയുവോ? അല്ലാഹുവേ, മരിക്കാൻ കിടക്കുന്ന സമയത്ത്, റൂഹ് പിടിക്കുന്ന സമയത്ത് 250 മലക്കുകൾ ആ മനുഷ്യന്റെ വലതുഭാഗത്ത് നിൽക്കും. ഈ ഇടതുഭാഗത്ത് 250 മലക്കുകൾ, 500 മലക്കുകൾ നമ്മുടെ കയ്യും കാലും ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാ. 500 മലക്കുകൾ നമ്മുടെ കയ്യും കാലും ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആദ്യം മരിച്ച ഉടനെ മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാ, ചില മയ്യത്ത് കുളിപ്പിക്കുമ്പോ മലമൂത്ര വിസർജനം നടത്തി. അല്ലാഹുവേ, മുണ്ടിനകത്ത് ഇട്ടിരുന്ന വസ്ത്രത്തിനകത്ത് സർവ്വതും സാധിച്ചു കിടക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അള്ള തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, ഈ പുണ്യമായ സദസ്സിലിരുന്നിട്ട് ഒരു നല്ല സദക്ക കൊടുത്ത അള്ള തരുന്ന 3 പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. 1, മരിക്കാൻ കിടക്കുന്ന സമയത്ത് അസ്റായീൽ നിന്റെ തലയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. റൂഹ് പിടിക്കുന്ന സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുമ്പോ അസ്റായീൽ ചോദിക്കുകയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാഹ്. ഒന്നാമത്തെ പ്രതിഫലം കേട്ടു. അസ്റായീൽ ചോദിക്കുകയാ, എന്തിനാടാ കരയുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാടാ വിഷമിക്കുന്നത്? നോക്കടാ, ഈ സ്വർഗത്തിലേക്ക് നോക്കടാ. ഇതല്ലേ നിന്റെ ജീവിതത്തിന്റെ അഭിലാഷം? ഇതിനു വേണ്ടിയല്ലേ നീ ജീവിച്ചത്? ഈ സ്വർഗത്തിലേക്ക് നോക്കടാ. വഅബ്ശിറൂ ബിൽ ജന്നാഹ്. സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ. അല്ലാഹുവേ, സ്വർഗം കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. പടച്ചവരെ, മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി പടച്ചവരെ, മരിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാ. മരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞ് മരിക്കുന്ന അടിമകളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കട്ടെ. 2 പ്രതിഫലം കൂടെ കേട്ടോ. ബക്കറ്റ് ഇട്ടവര് കേട്ടോ. ഈ ബക്കറ്റ് പൈസ ഇട്ടവർക്ക് ഖുർആൻ പറഞ്ഞ 2 പ്രതിഫലം. ഖുർആൻ പറഞ്ഞ 2 പ്രതിഫലം. 1, 3 പ്രതിഫലത്തിൽ 1, മരിക്കുന്ന സമയത്ത് അല്ലാഹു അവന്റെ മരണവേദന കുറച്ചു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 ചെവി തുറന്നു കേട്ടോ. ഖുർആനിന്റെ ആയത്ത് ഓതി പറഞ്ഞുതരാം. പൈസ കിട്ടാൻ വേണ്ടി പറയണതല്ല, നിങ്ങൾ ബക്കറ്റിൽ പൈസ ഇടാൻ വേണ്ടി പറയുന്നതല്ല. അതെല്ലാവരെ കൊണ്ടും കഴിയുന്ന കാര്യമല്ല. പൈസ കൊടുക്കണമെങ്കിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ബക്കറ്റ് മുന്നിൽ വരുമ്പോ നീ നിന്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുക്കുമ്പോ ശൈത്താൻ 1 അല്ല 70 എണ്ണം, 70 ശൈത്താന്മാര് കൈ പിടിച്ചിട്ട് പറയും, വാപ്പ പൈസയാണ്, കൊടുക്കല്ലേ കുറഞ്ഞു പോകും, 70 എണ്ണത്തിനെ കൊന്നാലേ 1 രൂപ നിനക്ക് ബക്കറ്റിലിടാൻ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 1 രൂപ ഇടണമെങ്കിൽ 70 എണ്ണത്തിനെ കൊല്ലണം, 10 രൂപ ഇടണമെങ്കിൽ എത്ര എണ്ണത്തിനെ കൊല്ലണം? അല്ലാഹു ഈമാൻ നൽകട്ടെ.
അള്ളാഹു ഈമാൻ നൽകട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഖുർആൻ പറയുന്നു, രണ്ടാമത്തെ പ്രതിഫലം ഈ ബക്കറ്റ് മുന്നിൽ വരുമ്പോ എന്റെ സഹോദരിമാരെ, അള്ളാഹ് നിനക്ക് തന്ന സമ്പത്തിൽ നിന്നൊരു വിഹിതം കൊടുക്കുന്നവര്. രണ്ട്, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. എന്റെ പ്രിയമുള്ളവരെ, നാളെ പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ഈ ബക്കറ്റിൽ പൈസ ഇട്ടവരുണ്ടല്ലോ, ഇട്ടവരും ഇടാത്തവരും എല്ലാവരും കടന്നു പോവുകയാ. എങ്ങനാ കടന്നു പോകുന്നതെന്നറിയുവോ? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്നാരങ്ങളിൽ കൊടികുത്തിവെച്ച് ഇടഞ്ഞും നടന്നും കുഷ്ഠരോഗികളെ പോലെ അതാ ഉഹുദുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് പടച്ചവന്റെ കോടതിയിലേക്ക് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു പോകുമ്പോ ഒരു വിഭാഗം ജനങ്ങൾ എഴുന്നേൽക്കുകയാ. ഖബറിനകത്ത് നിന്ന് ഒരു വിഭാഗം ജനങ്ങൾ അവര് പറവകളെ പോലെ പറക്കുകയാണ്, അവര് പറവകളെ പോലെ പറക്കുകയാ. അല്ലാഹുവിന്റെ പരലോകത്തുകൂടെ ചെമ്പിന്റെ തറയിൽ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവര്, കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന പരലോകമുണ്ടല്ലോ. അതാ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിയുന്ന പരലോകമുണ്ടല്ലോ. ഗർഭിണികളായ പെണ്ണുങ്ങളെ പ്രസവിച്ച വേദന അറിയാത്ത പരലോകമുണ്ടല്ലോ. കയ്യും കണ്ണും കാലും തലച്ചോറും ശരീരത്തിന്റെ അവയവങ്ങള് ഭാര്യയും മക്കളും കൂടപ്പിറപ്പും മാതാപിതാക്കളും കൂട്ടുകാര് എല്ലാവരും കൈയൊഴിയുന്ന പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പറവകളെ പോലെ ഒരു വിഭാഗം ജനങ്ങള് പറക്കുകയാണ്. അവര് പറന്ന് പറന്ന് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ പോയിരിക്കുമ്പോ ഹാസുനിൽ ചെന്നാ സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുകയാ, ഇൽവാനെന്ന മലക്ക് ചോദിക്കുകയാ, നിങ്ങളാരാ, നിങ്ങളാരാ? പറവകളെ പോലെ പറന്നു വരുന്നല്ലോ, നിങ്ങളാരാണ്? ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു, ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു. നിങ്ങൾ സിറാത്ത് കടന്നിട്ടാണോ വന്നത്? നിങ്ങളാരാ, നിങ്ങളാരാ? ബക്കറ്റ് മുന്നിൽ വന്നപ്പോ പടച്ചവന്റെ തൃപ്തി കരുതിയിട്ട് അതിനകത്തേക്ക് സദക്കയിട്ടവര് അല്ലാഹ് നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. അള്ളാന്റെ കോടതിയിലൂടെ പറന്ന് സ്വർഗത്തിൽ പോവുകയാ. മൂന്ന് വലക്കാഹു നളറതം വസുറൂറാ. ഈ ബക്കറ്റിനകത്ത് പടച്ചവന്റെ തൃപ്തി കരുതിയിട്ട് അള്ളാന്റെ പള്ളിയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഉസ്താദന്മാര് ഈ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി ഒരു ചെറിയ സദക്ക ചോദിച്ചപ്പോ കൊടുത്ത വാപ്പാ വെറുതെയല്ല, വെറുതെയല്ല. അള്ളാന്റെ സ്വർഗത്തിൽ ഒരു വിഭാഗമുണ്ട്. അവര് രാവിലെയും അള്ളാനക്കാട്, അവര് വൈകിട്ടും അള്ളാനക്കാട്, പ്രബോധത്തിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാനെ കാണുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലാഹുവേ, ആ വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ.